ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിം. അപ്പൊ നമുക്ക് നമ്മുടെ ഒരുപാട് നിയമങ്ങളെ കുറിച്ച് അറിയാം അല്ലെ. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അങ്ങനെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതുപോലെ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതിന്റെ വേരിയസ് അമെന്റ്മെന്റ്സ് ആണ്. അപ്പൊ ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും കാണുക. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മൊണ്ടേക്യു ചെംസ്ഫോർഡിന്റെ റിഫോംസ് ആണ് അല്ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഹൈലൈറ്റ്. ആസ് പെർ ദി ഗ്രേറ്റ് റെക്കമെൻഡേഷൻ ഓഫ് മൊണ്ടേക്യു ചെംസ്ഫോർഡ് ഇൻ 1990, cooperation becomes state subject. After his great recommendation, the Bombay Cooperative Societies Act of 1925, after that Madras province passed their own Cooperative Societies Act in 1932. അതായത് 1919 മൊണ്ടേഗ്യു ചെംസ്ഫോർഡിന്റെ റിഫോംസ് പ്രകാരം കോപ്പറേഷൻ എന്തായി, ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയി. അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പ്രൊവിൻസിനും എന്ത് ചെയ്യാം, അവരുടേതായിട്ടുള്ള കോപ്പറേറ്റീവ് ലോസ് കൊണ്ടുവരാനായിട്ട് പറ്റുമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഏത് സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഏത് പ്രൊവിൻസ് ആണ് ഒരു ലോ പാസ്സാക്കിയെന്നൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഏതാണ്? നമ്മുടെ ബോംബെ പ്രൊവിൻസ് ആണ്. ഏത് വർഷമാണ്? 1925. അതിനുശേഷം 1932 ആയപ്പോഴത്തേക്കും മദ്രാസ് പ്രൊവിൻസും എന്ത് ചെയ്തിരുന്നു, അവരുടെ ആക്ട് പാസ്സാക്കി. നമ്മൾ കേരള കോപ്പറേറ്റീവ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മലബാർ റീജിയനിൽ പ്രിവെയിൽ ചെയ്തിരുന്ന ആക്ട് ആയിരുന്നു ഏത്? മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അങ്ങനെ ഓരോ പ്രൊവിൻസിനും അവരുടേതായ നിയമങ്ങൾ വന്നപ്പോൾ അത് കുറച്ചധികം ലിമിറ്റേഷൻ അല്ലെങ്കിൽ കുറച്ചധികം പ്രശ്നങ്ങൾക്ക് കാരണമായി. അതിലേക്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആദ്യമായിട്ട് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവന്നത്. വിത്ത് ദി എമർജൻസ് ഓഫ് കോപ്പറേറ്റീവ് ഹാവിംഗ് മെമ്പർഷിപ്പ് ഫ്രം മോർ ദാൻ വൺ സ്റ്റേറ്റ് such as central government sponsored salary earners credit society, a need was felt for an enabling cooperative law for such multi-unit or multi-state cooperatives. Accordingly, Multi-Unit Cooperative Societies Act passed in 1942. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഓരോ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പ്രൊവിൻസിനും അവരുടേതായിട്ടുള്ള നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നിന്നും മെമ്പേഴ്സ് ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആര് സ്റ്റാർട്ട് ചെയ്തു? ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തു. അത് ഉദാഹരണമായിട്ട് പറയുന്നതാണ് സാലറി ഏണേഴ്സിന്റെ ക്രെഡിറ്റ് സൊസൈറ്റി. അപ്പൊ ഇത്തരം സൊസൈറ്റികളിലേക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഓരോ പ്രൊവിൻസിലെ നിയമങ്ങൾ പറ്റത്തില്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു? മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. അത് 1942 കൊണ്ടുവന്നത്. എന്ന് മുതലാണ് ഇത് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23/3/1942, 23 മാർച്ച് 1942 ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. 1942 6ാം നമ്പർ ആക്ട് ആയിട്ടാണ് നമ്മുടെ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. അതായത് പിന്നീട് കാലക്രമേണ കുറെ മാറ്റങ്ങളൊക്കെ വന്നു. അപ്പൊ നമുക്കിപ്പോ നിലവിലുണ്ടായിരുന്നത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവന്നു. ഏത് വർഷമാണ്? 1984. ഈ 42ന്റെ കൂടെ ഒരു 42 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 84 എന്ന് കിട്ടും അല്ലെ. ആ 1984 എന്ത് ചെയ്തു? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവന്നു. വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് എ കോംപ്രിഹെൻസീവ് സെൻട്രൽ ലെജിസ്ലേഷൻ ടു ഫെസിലിറ്റേറ്റ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് genuine multi-state societies and to bring uniformity in their administration and management, the Multi-State Cooperative Societies Act of 1984 was enacted. അതായത് മൾട്ടി സ്റ്റേറ്റുകൾ, അതായത് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരു യൂണിഫോം ആയിട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടാണ് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവരുന്നത്. ആ ഒരു ആക്ട് വന്നതോടുകൂടി നമ്മൾ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്യപ്പെട്ടു. ദി ഏർലിയർ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1942 വാസ് റീപ്ലേസ്ഡ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിന്റെ അമെന്റ്മെന്റുകളാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് വേരിയസ് അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ആദ്യ അമെന്റ്മെന്റ് വന്നത് ഓഗസ്റ്റ് 18, 1984. അമെന്റ്മെന്റ് 18 ഓഗസ്റ്റ് 1984. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് 1984 ഒരു ആക്ട് വന്നത്. അതിന് അമെന്റ് ചെയ്തത് നമ്മുടെ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അമെന്റ് ചെയ്തത് എന്നാണ് 18 ഓഗസ്റ്റ് 1984. അത് നിലവിൽ വരുന്നത് 16 സെപ്റ്റംബർ 1985 നമ്മുടെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. അത് 1984 51ാം നമ്പർ ആക്ട് ആയിട്ടായിരുന്നു നിലവിൽ വന്നത്. അതിൻ്റെ അകത്ത് 110 സെക്ഷനും
2 ഷെഡ്യൂളുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് വേരിയസ് അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം എന്തായിട്ടുണ്ട്, ഇപ്പൊ നിലവിൽ നമുക്ക് 3 ഷെഡ്യൂളാണുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിൽ നോക്കാം. ഫസ്റ്റ് ഷെഡ്യൂൾ എന്തായിരുന്നു, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. നമുക്ക് ICA വരുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആയിരുന്നു ഒന്നാമത്തെ ഷെഡ്യൂള്. രണ്ടാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലിസ്റ്റ് ആണ് രണ്ടാമത്തെ ഷെഡ്യൂളിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഇനി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002, 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനാണ് നോക്കാൻ പോകുന്നത്. ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് enacted in 1984 was modified in 2002. 1984 കൊണ്ടുവന്ന ആക്ടിനെ എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തു 2002. ഇൻ കീപ്പിംഗ് വിത്ത് ദി സ്പിരിറ്റ് ഓഫ് ദി മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട്, unlike the state law which remained as parallel legislation to the coexist with the earliest law, the Multi-State Cooperative Societies Act 2002 replaced the earlier Act of 1984. അതായത് പാരലൽ ആയിട്ടുണ്ടായിരുന്ന കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസിന്റെ ഒക്കെ ആ ഒരു പ്രഭാവം മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 1984 ആക്ടിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്തുകൊണ്ട് 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നു. അത് 39 നമ്പർ ആക്ട് ആയിട്ട് 2002 39 നമ്പർ ആക്ട് ആയിട്ടാണ് വരുന്നത്. അത് അമെന്റ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 3, 2002 ഇത് അമെന്റ് ചെയ്യുന്നത്. അത് കെയിം ഇൻ ടു ഫോഴ്സ്, നിലവിൽ വരുന്നത് ഓഗസ്റ്റ് 19, 2002 ഓഗസ്റ്റ് 19 ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. അപ്പം എത്ര സെക്ഷൻസ് ആയി, 126 സെക്ഷൻസ് ആയി. അവിടെയും നമുക്ക് നോക്കിയാൽ അറിയാം, ഫസ്റ്റ് ഷെഡ്യൂൾ എന്താണ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് ഷെഡ്യൂൾ ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അമെന്റ്മെന്റ് ആക്ട് 2023, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് ഇതായിരുന്നു. ഈ ഒരു അമെന്റ്മെന്റിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്, നമ്മൾ 3ാമതൊരു ഷെഡ്യൂൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് 2023 ആക്ട് നമ്പർ 11 of 2023 ഡേറ്റഡ് 3rd August 2023 enacted in 74th year of Republic. അതായത് ഇന്ത്യയുടെ 74ാം റിപ്പബ്ലിക്കിലാണ് നമ്മൾ ഏത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെന്റ്മെന്റ് ആക്ട് 2023 നിലവിൽ വരുന്നത്. അത് 11ാം നമ്പർ ആക്ട്, 2023 11ാം നമ്പർ ആക്ട് ആയിട്ടാണ് നിലവിൽ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഷെഡ്യൂൾ എന്താണ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ്. രണ്ടാമത്തെ ഷെഡ്യൂൾ ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. മൂന്നാമത് എന്ത് ചെയ്തു, ഒരു പുതിയ ഒരു ഷെഡ്യൂൾ ആഡ് ചെയ്തു. ആ ഷെഡ്യൂളാണ് അണ്ടർ എനി അതർ ആക്ട് സ്പെസിഫൈഡ് ഇൻ ദി തേർഡ് ഷെഡ്യൂളിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മറ്റ് ആക്ടുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ 3ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. അപ്പം നിലവിൽ നമുക്ക് എത്ര ഷെഡ്യൂളാണ് നമ്മുടെ ഈ ഒരു ആക്ടിനുള്ളത്, നിലവിൽ 3 ഷെഡ്യൂളുകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതുപോലെ തന്നെ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ വേരിയസ് അമെന്റ്മെന്റുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പം ഇനി നമുക്ക് എന്ത് വേണം, നമ്മുടെ CICയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ കഴിഞ്ഞ എക്സാമുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പുത്തൻ ഏരിയകളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അത് കൃത്യമായി മനസ്സിലാക്കി ഏറ്റവും കറണ്ട് അഫെയർസ് ഉൾപ്പെടുത്തി, അതായത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ അകത്ത് തന്നെ കറണ്ട് അഫെയറുകൾ ഉൾപ്പെടുത്തി വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ CCയിലെ പുതിയ 6 മന്തിന്റെയും 3 മന്തിന്റെയും ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അപ്പം നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, 8921440580. അവ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നയിക്കുന്ന നമ്മുടെ ഈ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ ഡെയിലി എക്സാം, വീക്കിലി എക്സാം, മെന്റർഷിപ്പ് പ്രോഗ്രാം, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ലിങ്ക് ചെയ്തിരിക്കാം, കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. ആ ഒരു ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ മാർക്കുകൾ മേടിച്ചുകൊണ്ട് CSEB റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്